അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഒരു SIT രൂപീകരിച്ചിരിക്കുകയാണ്. ആ SIT പോലീസ് ആക്ട് പ്രകാരമല്ല എന്നൊരു വിമർശനം ഉയരുന്നുണ്ട്. ഇത് പോലീസ് ആക്ട് 21(2)B പ്രകാരമല്ല എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനൊരു സാധുതയില്ല, കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാമെന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു SIT രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ മാധ്യമങ്ങൾക്ക് തരും. സാധാരണഗതിയിൽ അതിൽ രഹസ്യാത്മകതയൊന്നും ഇല്ലല്ലോ. പക്ഷെ അത് ഈ SIT അംഗങ്ങൾക്ക് മാത്രമായി കൊടുത്തിരിക്കുന്നു. അത് പുറത്തു വിടേണ്ട എന്ന് തീരുമാനിക്കുന്നു. അതിൽ ലൂപ്പ് ഹോൾസ് ഉള്ളത് കൊണ്ടാണോ? താങ്കൾ എന്താണ് സംശയിക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ ആദ്യ ചർച്ചയിൽ 7 മണിക്ക് തുടങ്ങിയ ചർച്ചയിൽ ശ്രീ അസഫ് അലി ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സാക്ഷികളെ വിളിക്കാൻ, മൊഴികൾ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ, സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാൻ ഒന്നും ഈ SITക്ക് അധികാരമില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ SITയുടെ റോൾ എന്താണ്? മാത്രമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മൊഴികളിൽ നിന്നും മാറി നിൽക്കാനാണ് SITയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് പോകണ്ട. ഇപ്പോൾ നടക്കുന്ന വെളിപ്പെടുത്തലുകൾ, അതിൽ മതി അന്വേഷണം. ഞാൻ ഈ ഗവൺമെന്റിന്റെ നയം ഈ റിപ്പോർട്ടിൽ അത് വന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായ പല വെളിപ്പെടുത്തലുകൾ, ചില നെടിമാര് വന്ന പബ്ലിക്കായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഒക്കെ പറയാനൊരു അവസരം കൊടുക്കുന്നു. ഞങ്ങളൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ആ ടീമിന്റെ മുമ്പിൽ വന്ന് ഈ പരാതികളെല്ലാം സമർപ്പിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കണം. ഇതിൽ ആർക്കെങ്കിലും ഒരു പരാതിയുണ്ട്, ഏതെങ്കിലും ഒരു പൗരന് ഒരു പരാതിയുണ്ട്, ഒരു സ്ത്രീ ആയിക്കോട്ടെ, അഭിനേത്രി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരാളായിക്കോട്ടെ, ഒരു പരാതി ഉണ്ട്, പോലീസിന്റെ അടുത്തൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വേറെ ഓപ്ഷൻ ഉണ്ടോ? ഇങ്ങനെ ഒരു SIT ഇല്ലായിരുന്നെങ്കിൽ ആരെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ പോലീസിന് 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഈ SIT രൂപീകരിച്ചതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് പറയാം. പോലീസിന്റെ അടുത്ത് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ എടുക്കാനായിട്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമെങ്കിൽ, ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഇല്ലെങ്കിലും ഇതെടുക്കാൻ ബാധ്യസ്ഥരല്ലേ? ഒരു FIR ഫയൽ, ആരെങ്കിലും ഒരു കുറ്റകൃത്യം പോലീസിൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ ആ സംവിധാനം മുന്നോട്ട് പോയില്ലേ? ഇനി SITക്ക് ഇങ്ങനെയുള്ള യാതൊരു അധികാരങ്ങളും ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഭാഗം ശ്രദ്ധിച്ചില്ല. SITക്ക് ആളുകളെ വിളിച്ചു വരുത്താനോ ഒക്കെയുള്ള അധികാരമില്ല. പിന്നെ എന്ത് നിയമത്തിന്റെ സാങ്ക്ടിറ്റിയാണ് അതിലുള്ളത്? ക്രിമിനൽ നിയമ നടപടി സംഹിത അനുസരിച്ച് ഇപ്പോൾ BNSS എന്ന് പറഞ്ഞ പുതിയ സംഹിത വന്നു. അതിൽ ഏതൊരു വ്യക്തിക്കും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ അതിനുള്ള ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ഇടാനുള്ള ബാധ്യതയുണ്ട്. അതിന്റെ തുടരന്വേഷണം നടത്താൻ പോലീസിന് ബാധ്യതയുണ്ട്. അപ്പൊ പിന്നെ ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷേ ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇതിപ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ, വനിതാ IG-മാരുടെ നേതൃത്വത്തിൽ ആണ് ഈ അന്വേഷണം നടത്തുന്നത്. അപ്പോൾ അവർക്ക് കീഴിലും വനിതാ പോലീസുകാരാണ്. അപ്പോൾ ഈ മൊഴി കൊടുക്കുന്നവർക്ക് അവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടില്ലാതെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ പരാതി പറയുന്നവരുടെ അടുത്തേക്ക് അങ്ങോട്ടാണ് പോകുന്നത്. അവർ പോലീസ് സ്റ്റേഷനിൽ വരികയല്ല. പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് പരാതി കൊടുത്ത് ആ നൂലാമാലകളൊന്നുമില്ല. അവരെവിടെയാണോ പരാതിപ്പെടാൻ ആഗ്രഹിക്കുന്നത് അവിടെ പോയിരുന്ന അവിടേക്ക് അന്വേഷണ സംഘം എത്തും. അതും നിയമത്തിലെ പ്രൊവിഷനുണ്ട്. ഇത് സ്ത്രീകളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട, പോലീസിന് നേരിട്ട് വന്ന് മൊഴിയെടുക്കാം. 2 രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒന്ന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തെങ്കിലും കോഗ്നൈസബിൾ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൽ പ്രതികളുടെ പേരുണ്ട്, അല്ലെങ്കിൽ ഒരു പോക്സോ കേസിനെ പറ്റിയുള്ള റെഫറൻസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ അന്ന് മുതൽ, ഈ റിപ്പോർട്ട് വായിച്ചത് അല്ലെങ്കിൽ ആർക്കാണോ ഇത് സമർപ്പിക്കപ്പെട്ടത് ആ നിമിഷം മുതൽ അവർക്ക് നിയമപരമായിട്ടുള്ള ബാധ്യതയുണ്ട്. അത് വിക്ടിമിന്റെ അല്ലെങ്കിൽ സർവൈവറുടെ പേരാണ് വെളിപ്പെടുത്തരുതെന്ന് ഹേമ കമ്മിറ്റി അത് സ്പെഷ്യലായിട്ട് റെക്കമെൻഡ് ചെയ്തത്. അതല്ലാതെ അതിൽ നിന്ന് പ്രതികളെ രക്ഷിക്കണമെന്നൊരു റെക്കമെൻഡേഷൻ ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. പക്ഷെ അതിൽ പറയുന്ന ഒരു വാദം അവരുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്നതിനൊപ്പം തന്നെ അവർ പറയാൻ തയ്യാറാകുമോ എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. പരാതിപ്പെടാൻ തയ്യാറാകുമോ, നിയമ നടപടികളിലേക്ക് കടക്കാൻ തയ്യാറാകുമോ എന്ന സംശയമുണ്ട് എന്നതാണ് ഒരു വാദം. രണ്ടാമത്തെ ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്? ഗവൺമെന്റ് ടേംസ് ഓഫ് റെഫറൻസിനകത്ത് പറയുന്നത് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ സിനിമ, സെക്യൂരിറ്റി എറ്റ്സെട്ര ആൻഡ് സൊല്യൂഷൻസ്, സർവീസ് കണ്ടീഷൻസ്, പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ, ടെക്നിക്കൽ സൈഡിലുള്ള പ്രശ്നങ്ങൾ, മറ്റേണിറ്റി, ചൈൽഡ് കെയർ, ഹെൽത്ത് ഇഷ്യൂസ്, ജെൻഡർ ഇക്വാളിറ്റി, പിന്നെ വിമൻ പാർട്ടിസിപ്പേഷൻ. ഇതാണ് ടേംസ് ഓഫ് റെഫറൻസിൽ പറയുന്ന കാര്യങ്ങൾ. ഇത് ഓരോന്നും പരിശോധിച്ചിട്ട് ഹേമ കമ്മിറ്റി ഇതിനെപ്പറ്റി സ്പെഷ്യലായിട്ട് ഓരോ ഫൈൻഡിങ്സ് പറയുകയാണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ്, പലരും മുന്നോട്ട് വരുന്നില്ലായിരുന്നു, അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ള അഷ്വറൻസ് കൊടുത്തതിന് ശേഷമാണ് വന്നതെന്ന് പറയുന്നു.
അതിനുശേഷം ചില ഇൻസിഡൻസ് നാരേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല പാരഗ്രാഫും കട്ട് ചെയ്തിരിക്കുന്നു. വേറൊരു ന്യൂസ് കേട്ടത്, ഈ ഇൻഫർമേഷൻ കമ്മീഷണർ കൊടുക്കാൻ പറഞ്ഞ പാരഗ്രാഫ് പോലും മറച്ചു വെച്ചിട്ടാണ് അത് കൊടുത്തതെന്ന്. അപ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പാസ്റ്റ്, മറ്റേത് ഫ്യൂച്ചർ. പാസ്റ്റിൽ നടന്ന ഇൻസിഡന്റ് ഏതെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ഉണ്ടെങ്കിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഗവൺമെന്റ് എന്തുകൊണ്ട് അതിന്റെ പുറത്ത് ആക്ഷൻ എടുത്തില്ല, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ നേരത്തെ എന്തുകൊണ്ട് നിയോഗിച്ചില്ല, ഇതിനെപ്പറ്റി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാൻ എന്തുകൊണ്ട് മുതിർന്നില്ല, അതിനുശേഷം ഈ 4.5 വർഷത്തോളം ഇങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്തു എന്ന ചോദ്യം ഹൈക്കോടതിയിൽ നിന്ന് വരും. അതിന് ഗവൺമെന്റ് ഉത്തരം പറയേണ്ടി വരും അടുത്ത ഹിയറിംഗിൽ. രണ്ടാമത്തേത്, ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഇവർ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും സജഷൻസ്, അതായത് ഒരു റിട്ടേൺ കോൺട്രാക്ട് വേണം ആക്ട് ചെയ്യാൻ വരുന്നവരുടെ അടുത്ത് നിന്ന്, അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത് ഈ ഒരു കരാറിൽ ഏർപ്പെടണം നിർമ്മാതാക്കളും അതിന്റെ സംവിധായകരും ആക്ടേഴ്സും ഒക്കെ ആയിട്ട്. പിന്നെ ഫുൾ ഡിസ്ക്ലോഷർ വേണം, ഏതൊക്കെ സീനുകളിലാണ് അഭിനയിക്കേണ്ടി വരുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് പെർഫോം ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ ഉള്ളത് ഒരു ആക്ടറിന് അറിഞ്ഞിരിക്കണം നേരത്തെ. പിന്നെ അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനായിട്ട് വളരെ പ്രധാനപ്പെട്ട പല റെക്കമെൻഡേഷൻസ് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയെ പറ്റി പറയുന്നുണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ചേഞ്ചിങ് റൂംസ്, ട്രാൻസ്പോർട്ടേഷൻ, അസമയത്തൊക്കെ സ്ത്രീകൾക്ക് തിരിച്ച് വീട്ടിൽ പോകണമെങ്കിൽ കൊണ്ടുവിടാനുള്ള സംവിധാനം, ഇങ്ങനെ എത്രയോ റെക്കമെൻഡേഷൻസ് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ടോ, അതോ അതിനും കോടതിയുടെ ഉത്തരവ് വേണം? ചർച്ചയാണല്ലോ, അതല്ലേ കോൺക്ലേവ്. അതിന് കോൺക്ലേവിന്റെ ആവശ്യമുണ്ട്. ഇത്രയും നാളെ വിദേശ പ്രതിനിധികളടക്കം പങ്കെടുക്കുന്ന കോൺക്ലേവിന്റെ ആവശ്യമുണ്ട് അഡ്വക്കേറ്റ് പ്രസാദ് പത്മനാഭൻ. അത് നവംബറിലേ ആവുള്ളൂ, അത്ര തിടുക്കുകയുള്ളൂ. അപ്പൊ ഇത്രയും നാൾ ഇത് നീട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ കോടതി കേസ് വന്നപ്പോൾ ഇവർ നിർബന്ധിതരായിരിക്കുകയാണ്. അത് ഒരു RT ആപ്ലിക്കേഷന്റെ ശേഷമാണ് ഇത് പുറത്തു വന്നത്. അപ്പോൾ അത് ഉദ്ദേശശുദ്ധിയെ തീർച്ചയായിട്ടും മുൾമുനയിൽ നിർത്തുന്ന ഒരു സംഭവമാണ്. ഇനി കോടതിയിൽ വീണ്ടും അതിന്റെ കാണാനിരിക്കുന്നു. ഏറ്റവും വലിയ കോടതി ജനങ്ങളുടെ കോടതിയാണ്. അവിടെ വരുമ്പോൾ ഈ എന്താണ് ഗവൺമെന്റ് ഇത്ര നാള് ആരെയാണ് ഭയന്നത്, വർക്കേഴ്സിന്റെ പ്രൊട്ടക്ട് ചെയ്യുമെന്നൊക്കെ പറയുന്ന ഒരു പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വരാതിരുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം പറയാം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഒരു സംശയം കൂടി. ഇപ്പോൾ പുറത്തു വരുന്ന മൊഴികളിലാണല്ലോ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നത്. അപ്പോൾ ഓരോ കേസിലും വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നു, ഇതിന് വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു. ഈ മൊഴി വിശദമായി പരിശോധിച്ച ശേഷമാണ് കേസ് എടുക്കണമോ എന്ന് തീരുമാനിക്കുക. ഇപ്പോൾ പലരുടെയും മൊഴിയെടുക്കലൊക്കെ 3 മണിക്കൂർ 4 മണിക്കൂർ വരെ നീണ്ടു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ നീണ്ടുപോകുന്ന ഒരു പരിപാടിയാണ്. ഇതിനുശേഷം ഈ മൊഴി നൽകിയവരുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടൊക്കെ പലരുടെ കാര്യത്തിൽ സംശയമൊക്കെ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ വിശ്വാസ്യതയില്ലാത്ത ചില മൊഴികൾ ഇതിൽ വരികയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ആ അന്വേഷണത്തിൽ ആ തരത്തിലുള്ള പീഡനം നടന്നിട്ടില്ല എന്ന് തെളിയുകയും ഒക്കെ ചെയ്യുമ്പോൾ അപ്പുറത്ത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന മൊഴികൾ അതിന് വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു ചർച്ച ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ലേ? അതാണോ ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? അതിനൊരു എറ്റേണൽ വിജിലൻസ് ഇസ് ദ പ്രൈസ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് പോലെ നമ്മള് നിരന്തരം ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താണ് നടക്കുന്നത്, ഇതിനകത്ത് വെള്ളം ചേർക്കാനാണോ, ഇതിൽ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് മറച്ചു വെക്കാൻ വേണ്ടി കാരണമില്ലാത്ത അല്ലെങ്കിൽ തെളിവില്ലാത്ത ചില വളരെ ഞാൻ പറയുന്നത് ലളിതമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് അത് തെറ്റാണെന്ന് തെളിഞ്ഞു, അപ്പൊ അതിന്റെ മുഴുവനായിട്ടുള്ള സാങ്കത്യത്തെ ചോദ്യം ചെയ്യാനായിട്ടാണോ പലരും മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും നമുക്കിപ്പോ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ജനങ്ങൾ ഇത് മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് സധൈര്യം മുന്നോട്ട് വന്നിരിക്കുന്ന ആദ്യത്തെ ആ നടിയെ ആക്രമിച്ച കേസിൽ അവരെ മുന്നോട്ട് വന്ന് നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന ആ സ്റ്റീരിയോ ടൈപ്പ് മാറ്റിയിട്ട് എന്റെ മുഖവും എന്റെ പേരും ഞാൻ വെളിപ്പെടുത്താൻ തയ്യാറാണ്, ഇത് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായെന്ന് പറഞ്ഞ് തുടങ്ങിയതാണല്ലോ അതിന്റെ ആ തുടക്കം. അതിനുശേഷം ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഹേമ കമ്മിറ്റി ഇത്രയധികം എഴുതിയത് ഇപ്പൊ പബ്ലിക്കിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇത്രയധികം സ്ത്രീകൾ മുന്നോട്ട് വരാൻ ധൈര്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി കൂടി നടക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എത്രമാത്രം സപ്രസ് ചെയ്യാൻ ശ്രമിച്ചാലും ആ പാട്രിയാർക്കി വിവിധ രൂപങ്ങളില് പല പാർട്ടികളില് പല ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യാണ്. അതിൽ കക്ഷിഭേദമന്യേ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുന്ന രീതിയിൽ ചോദ്യങ്ങളൊക്കെ ഉയരുമ്പോൾ ക്ഷുഭിതരായിട്ടൊക്കെ അല്ലെങ്കിൽ ജനപ്രതിനിധിയാണെന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ട് പലരും പെരുമാറുമ്പോൾ ഇതിനെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ഈ ജനങ്ങളൊക്കെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മീഡിയ ഇത് വിജിലന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കാര്യങ്ങളിൽ ഒരു പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു. ഇത് പബ്ലിക് ലൈംലൈറ്റിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി ഇതിന് പുറകോട്ടൊരു പോക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് പിടിച്ചു വെച്ച് പതുക്കെ നീങ്ങാമെന്നുള്ള രീതി നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്.